കരുതിയിട്ടുണ്ട്. ആ ഫുഡുകൾ പുല്ലിക്കിട്ട് ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് നോക്കും. അതിൽ എന്തോ ആണോ അത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. വാടാ, ഞാൻ നോക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഫ്രൈഡ് ചിക്കൻ പോപ്സ് അത് നമുക്ക് ഉണ്ടാക്കി കഴിച്ചാലോ? അപ്പം നമുക്ക് ചിക്കൻ പോപ്സ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി. ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സമയം നമുക്ക് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് 1 മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കും. ഏകദേശം ഒരുപാട് ലൂസ് ആവാതെ ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൈദ കോട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ പീസസൊക്കെ എടുത്ത് നമ്മുടെ മൈദയിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ നമ്മൾ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ കുറേ ചിക്കൻ പീസസ് ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായൊരു പാൻ എടുത്ത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റിയിട്ടിട്ട് നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഒരു ലൈറ്റ് ഗോൾഡനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കണം കേട്ടോ. അപ്പം മുകൾ വശമൊക്കെ നല്ല മുരുമുരാന്നു ആകെ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പോപ്സ് അങ്ങനെ റെഡി ആയിട്ടോ. അപ്പോൾ കൂടെ കഴിക്കാൻ ഞാനിവിടെ ടൊമാറ്റോ സോസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ഫുഡ് ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.